കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീതുവിന്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്ന് സുധീഷിനെയും കുടുംബത്തെയും അപമാനിക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ നീതി അകത്തേക്ക് കയറി ചെന്ന് സുധീഷിനോട് താൻ ഉരുവച്ച താലി തിരിച്ചു വാങ്ങുന്നുണ്ട്. ആ താലിയും കഴുത്തിലിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന നീതി സുധീഷിനും കുടുംബത്തിനും വേണ്ടി അവരോട് വാദിക്കാണ്. ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ നാട്ടുകാരെ എന്താ പറഞ്ഞെന്നറിയോ? എന്തായാലും അധികകാലം ഈ വീട്ടിൽ നിൽക്കില്ലാന്ന്, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഓടിപ്പോകുന്നേ. എന്നിട്ട് എന്തുണ്ടായി? ഞാൻ ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നേ? എനിക്കിവർ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? കുറച്ചു നേരത്തെ നിങ്ങൾ അന്തസ്സിന്റെ കാര്യം പറഞ്ഞില്ലേ? അതിലും അന്തസ്സുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഇറങ്ങി വന്നത്. അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും എല്ലാം ഉള്ള കുടുംബത്തിൽ നിന്ന്, ഒരുപാട് സ്വത്തും പണവും ഒക്കെയുള്ള കുടുംബത്തിൽ നിന്ന്. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടും ഞാൻ ഇവിടെ ഇത്രയും സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഇവരെന്നെ അങ്ങനെ പൊന്നുപോലെ നോക്കുന്നത് കൊണ്ടാ അറിയോ എന്ന് നിധി അവരോടായി പറയുന്നത് കേട്ട് സുധീഷും നികേഷിനോടായി, എടാ അവൾ പറഞ്ഞത് കേട്ടോ, എന്റെ ഭാര്യയായി ജീവിക്കുന്നതിൽ അവൾക്ക് അഭിമാനമുണ്ടെന്ന് എന്ന് സുധീഷ് പറയുമ്പോൾ, അങ്ങനെയൊന്നും പറയുന്നത് കേട്ടില്ലല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്. എടാ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം അതാടാ കോപ്പെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അച്ഛനും ഹരീഷും സുഭാഷും ഒക്കെ സന്തോഷത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കാണ്. ഞാനിവിടെ വന്ന് കയറിയ അന്ന് മുതൽ, എന്തിന് റിസപ്ഷൻ കഴിഞ്ഞ അന്ന് വരെയും ഈ നാട്ടുകാർ പറയുന്ന കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിതുവരെയും അങ്ങനെയൊന്നും ഇവരെ പറ്റി തോന്നിയിട്ടില്ല. അതൊക്കെ നാട്ടുകാർ പറയുന്ന വെറും കേട്ടുകഥകളാ. ഈ വീട്ടിലൊരു പെണ്ണിന് ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വെറും നുണയാ. ആകെയുള്ളത് അച്ഛനെ പറ്റിയുള്ള കുറച്ച് കഥകളാ. അത് തന്നെ സത്യാണോ നുണയാണോ എന്ന് പോലും ഈ നാട്ടുകാർക്കറിയില്ല. അതെന്ത് തന്നെയായാലും അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. ഈ വീട്ടിൽ ഇത്രയും കാലം ജീവിച്ചതിന്റെ അനുഭവം കൊണ്ട് പറയാ, ഈ വീട്ടിൽ വന്നിട്ട് സന്തോഷത്തോടെ കഴിയാൻ പറ്റാത്ത ഒരു പെണ്ണിന് മറ്റേത് വീട്ടിൽ പോയാലും സന്തോഷത്തോടെ കഴിയാൻ പറ്റില്ല. അത്ര നന്നായിട്ടാ ഇവർ എന്നെ നോക്കുന്നത് എന്ന് നിധി പറയുമ്പോഴേക്കും, നീ ഇവിടെ സന്തോഷത്തോടെ കഴിയുന്നുണ്ടെന്ന് വെച്ച് എന്റെ മോളെ ഇങ്ങോട്ട് അയക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് നീതുവിന്റെ അമ്മയും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് അയക്കോ അയക്കാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ വീട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അതിനൊരു കാരണം എന്നൊന്നും പറയരുത്. നിധി താലി ഉയർത്തിപ്പിടിച്ച് എന്ന് ഞാൻ ഈ വീട്ടിൽ സുധീഷിന്റെ ഭാര്യയായി കയറി വന്നു അന്ന് തൊട്ട് ഈ വീടിനെ പറ്റി എല്ലാവരും പറയുന്നതൊക്കെ വെറും കള്ളമായി മാറി എന്ന് പറയുമ്പോഴേക്കും സുധീഷിന്റെ മനസ്സിലും സന്തോഷം അലയടിക്കുന്നുണ്ട്. നിങ്ങളുടെ മകളെ ഇവിടെ വിവാഹം കഴിച്ചു തരാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, പക്ഷെ അതിനൊരിക്കലും ഈ വീടാണ് ഒരു കാരണം എന്നൊന്നും പറയരുത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ മകളെ ഹരീഷിന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സുഭാഷ് ഏട്ടന് എന്നെ പോലെ മറ്റൊരു അനിയത്തിയാവും അവള്. നികേഷിന് ഒരു ചേട്ടത്തിയമ്മ കൂടി. എന്തിന് അവിടെ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ സുധീഷിനും അവൾ സ്വന്തം അനിയത്തിയായിരിക്കും എന്നൊക്കെ നിധി പറയുന്നത് കേട്ട് സുധീഷിനും ആകെ സന്തോഷമാകുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ചയക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിനുള്ള പരിഹാരം നിങ്ങൾ വീട്ടിലിരുന്ന് സംസാരിച്ച് കണ്ടെത്തണം. അല്ലാതെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കല്ല വേണ്ടത്. ഈ നാട്ടിൽ ഇത്രയും മോശപ്പെട്ട ഒരു കുടുംബം ഇല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? എന്നാൽ ഞാൻ പറയാം, ഈ നാട്ടിൽ ഇത്രയും നല്ലൊരു കുടുംബം വേറെയില്ല. ഇവിടെ താമസിക്കുന്നതിലും സുരക്ഷിതമായി ഒരു പെൺകുട്ടിക്ക് വേറെ എവിടെയും താമസിക്കാൻ പറ്റില്ല എന്ന് നിധി പറയുമ്പോഴേക്കും, അതുകൊണ്ട് എന്ന് നീതുവിന്റെ അമ്മയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ദേ നോക്ക്, നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചയക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, പക്ഷേ എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് ഇങ്ങനെ പഴി പറയുന്നത് ഇന്നത്തോടെ നിർത്തിക്കോണം എന്ന് നിധി പറയുമ്പോഴേക്കും, എടാ കേട്ടില്ലേ എന്റെ വീടെന്ന് എന്ന് സുധീഷും സന്തോഷത്തോടെ നികേഷിനോടായി പറയുന്നുണ്ട്. ദേ ഇനിയും ഇങ്ങനെയൊന്നും പറയുന്നത് കേട്ട് ഞങ്ങളും മിണ്ടാതിരിക്കുമെന്ന് കരുതരുത്. ഇനി ഈ വീടിനെ പറ്റി ആരെങ്കിലും ഒരക്ഷരം പോലും കുറ്റം പറയുന്നത് കേട്ടാലുണ്ടല്ലോ, ഇറങ്ങിപ്പോക്കോണം ഈ വീട്ടിൽ നിന്ന്, ഇറങ്ങിപ്പോകാനാ പറഞ്ഞേ എന്ന് നിധി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും നീതുവിന്റെ അച്ഛനും അവളുടെ അമ്മയെയും കൂട്ടി അവിടുന്ന് ഓട്ടോയിൽ കയറി പോകുന്നുണ്ട്. ദേഷ്യത്തോടെ അവരെ നോക്കി നിൽക്കുന്ന നിധിയെ മോളെ എന്ന് സുഭാഷ് വിളിക്കുമ്പോഴേക്കും, ഇനിയും ഇത് കേട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല സുഭാഷ് ഏട്ടാ, അതുകൊണ്ടാ എന്നും പറഞ്ഞ് നിധി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. സുധീഷും സന്തോഷത്തോടെ ഓടിച്ചെന്ന് ഹരീഷിനെയും സുഭാഷിനെയും കെട്ടിപ്പിടിക്കാണ്. കണ്ടില്ലേ എന്റെ ഭാര്യ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ കെട്ടിയ താലിയെ ഉയർത്തിപ്പിടിച്ച് അവൾ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ? എനിക്ക് തറയിൽ നിൽക്കാനേ തോന്നില്ല എന്ന് സന്തോഷത്തോടെ സുധീഷ് വിളിച്ചു പറയുന്നത് കേട്ട് നികേഷും അവനെ പിടിച്ചു വലിച്ചുകൊണ്ട്, വാ അകത്ത് പോയി പറയാം എന്നും പറഞ്ഞ് അവനെയും കൊണ്ട് പോകുന്നുണ്ട്. സുഭാഷും ഒരു ചിരിയോടെ ഹരീഷിനെ വിളിച്ച് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും അച്ഛനും അഭിമാനത്തോടെ, ശിവനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ച് കണ്ടാൽ മതിയായിരുന്നു എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് അകത്ത് ചെന്ന് അതിനെപ്പറ്റി സംസാരിക്കുകയാണ് എല്ലാവരും. ശരിക്കും രണ്ട് പൊട്ടിച്ചു വിടായിരുന്നു വേണ്ടത്. നമ്മളും അവരും തമ്മിൽ വ്യത്യാസമുണ്ട് പോലും. എന്ത് വ്യത്യാസം? അല്ലെങ്കിലും അവരുടെ വീട്ടിലേക്ക് നമ്മൾ പെണ്ണ് ചോദിച്ചു പോയോ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സുഭാഷും എഴുന്നേറ്റുകൊണ്ട്, എടാ അവരെ വന്നു തന്നെ ഇരിക്കട്ടെ, അതിന് നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞ് സുധീഷിനെ നോക്കുമ്പോഴേക്കും സുധീഷ് തൂണും ചാരി സ്നേഹത്തോടെ നിധിയെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. എടാ എന്ന് സുഭാഷ് ഏട്ടൻ ദേഷ്യത്തോടെ വിളിക്കുമ്പോഴേക്കും സുധീഷും ഒരു ഞെട്ടലോടെ എഴുന്നേറ്റ് ചുറ്റും നോക്കുന്നുണ്ട്. എടാ നിങ്ങൾ അങ്ങോട്ട് എന്തിനാ പോയത് എന്ന് പറ എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോഴേക്കും, ഒന്നും മനസ്സിലാവാതെ എന്താടാ എന്ന് നികേഷിനെ നോക്കി ചോദിക്കുന്നുണ്ട് സുധീഷ്. നീതു എന്ന് നികേഷ് ശബ്ദം താഴ്ത്തി പറയുമ്പോഴേക്കും, അതെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഇന്നലെ അവൻ ഇവിടെ വന്ന് ഡയലോഗൊക്കെ പറഞ്ഞു പോയതല്ലേ, അപ്പൊ അങ്ങോട്ടൊന്നും ചെന്നില്ലെങ്കിൽ ശരിയാവോ എന്ന് സുധീഷ് പറയുമ്പോ എന്നിട്ടിപ്പോ എന്തുണ്ടായി? പ്രശ്നം വഷളാവല്ലേ ചെയ്തേ? ദേ ഹരീഷേ, എന്നെങ്കിലും ഒരിക്കൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നൊരാഗ്രഹം നിനക്കുണ്ടെങ്കിൽ നീ അവളുടെ വീട്ടുകാരായുള്ള പ്രശ്നം ഇങ്ങനെ
വലുതാക്കാണോ വേണ്ടത് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ട് നാണം കേട്ട് അങ്ങനെ ഒരു വിവാഹം നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല സുഭാഷ് ഏട്ടാ എന്ന് ഹരീഷും പറയുന്നുണ്ട്. ചീഫ് ആയി അടക്കടാ, ദേഷ്യം വന്നാ എന്തു പറയാന്നാണോ? ആ കുട്ടിക്കും നിനക്കും ഇഷ്ടമാണെങ്കിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തു പോണം. ചിലതൊക്കെ കണ്ടില്ല എന്ന് നടിക്കേ വേണം. എല്ലാത്തിനും കയറി ഇടപെടാൻ പോയാൽ ഒന്നും ശരിയായി നടക്കില്ല എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അങ്ങനെ ചിന്തിച്ച് ഒഴിഞ്ഞു മാറാൻ നോക്കിയാലേ സുഭാഷ് ഏട്ടാ അവർ വന്ന് തലേ കയറിയിരിക്കും. ഇക്കാര്യത്തിൽ ഞങ്ങൾ ചെയ്തു തന്നെയാ ശരി എന്ന് സുധീഷും പറയുന്നുണ്ട്. പെട്ടെന്ന് സുധീഷ് എന്തോ ഓർത്ത പോലെ നിധിയോടായി, നിധിയല്ലേ ഇന്ന് സീൻ തൂക്കിയത്, നിധിയാ പറഞ്ഞത് സൂപ്പറായിട്ടോ എന്ന് സുധീഷ് പറയുമ്പോൾ ഞാൻ സത്യമല്ലേ പറഞ്ഞത്, പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്ന് എപ്പോഴും പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഞാനൊരു പെണ്ണല്ലേ, ഞാൻ ഇവിടെ തന്നെയല്ലേ കഴിയുന്നത്, അതൊന്നും അവരെ ബോധ്യപ്പെടുത്തണം എന്നേ എനിക്കുണ്ടായുള്ളൂ എന്ന് നിധിയും പറയുന്നുണ്ട്. അത് ശരിയായിട്ടെത്തി, ഈ വീടിനെ പറ്റി എപ്പോഴും എല്ലാവരും പറയുന്ന കുറ്റം അതല്ലേ, അപ്പോൾ അത് ശരിയല്ലാന്ന് ഏട്ടത്തി ആദ്യമേ ബോധ്യപ്പെടുത്തപ്പോൾ അവരുടെ പത്യങ്ങ് താണു എന്ന് നികേഷ് പറയുമ്പോൾ എന്നാലും ആ താലി ഉയർത്തിപ്പിടിച്ച് നിധി പറഞ്ഞ ഡയലോഗിലെ അതാ മാസായത്, മരണമാസ് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ താലി ഊരിക്കൊണ്ട് സുധീഷിനടുത്തേക്ക് വരുന്നുണ്ട്. സുധീഷും അത് കണ്ട് അയ്യോ നിധി, ഞാനിനി താലിയുടെ മഹത്വമൊന്നും പറയില്ല, അത് ഊരല്ലേ, അത് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും നിധി ആ താലിമാല ഊരിക്കൊണ്ട് അവന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇത് സൂക്ഷിച്ചു വെച്ചോ എന്നും പറഞ്ഞ് അത് അവന്റെ കയ്യിൽ കൊടുത്ത് അവൾ നേരെ റൂമിലേക്ക് കയറി പോവാണ്. താലിമാലയും പിടിച്ച് വിഷമത്തോടെ നിൽക്കുന്ന സുധീഷിനെ നോക്കിക്കൊണ്ട് തനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും സുധീഷ് എല്ലാവരെയും നോക്കി ചിരിക്കുന്നത് കണ്ട് എന്തിനാ ചിരിക്കുന്നേ, ഇത് ഊരി തന്നോണ്ടാണോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. എടാ, അവൾ ഒരാവശ്യം വന്നപ്പോൾ ഈ താലിമാലയും എടുത്തിട്ട് എന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് ഇറങ്ങിച്ചേർന്നത് കണ്ടില്ലേ, ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവൾ ഇതുപോലെ നാട്ടുകാരുടെ മുന്നിൽ ഈ താലിമാലയിട്ട് ചെന്ന് നിന്ന് സംസാരിക്കും, എനിക്കത് മതി, അത് മാത്രം മതി എന്നും പറഞ്ഞ് സന്തോഷത്തോടെ അവൻ ആ താലിമാലയും എടുത്ത് തന്റെ മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നീതുവിന്റെ വീട്ടിൽ നീതുവും അഖിലും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കാണ്. വീട്ടുമുറ്റത്ത് ഓട്ടോയിൽ ചെന്നിറങ്ങിയ അച്ഛനും അമ്മയും ശബ്ദം കേട്ട് പെട്ടെന്ന് അകത്തേക്ക് ഓടുന്നുണ്ട്. നീതുവിന്റെ അമ്മ അവളെ ചെന്ന് പിടിച്ച് എന്തൊക്കെയാ അടി കാണുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവനോട് ചോദിക്കേ, അവനല്ലേ എന്നെ ആദ്യം ചെയ്തത്, എന്നെ തല്ലിയാൻ ഞാൻ ചുമ്മാതിരിക്കില്ല, ഞാൻ തിരിച്ചു തല്ലും എന്ന് നീതുവും പറയുന്നുണ്ട്. നിന്റെ ചേട്ടനല്ലേടി അവൻ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അനിയത്തിയാണെന്നുള്ള ചിന്ത അവനും വേണ്ടതാ എന്ന് അവളും പറയുന്നുണ്ട്. നാണുണ്ടോ, ഒരു പെൺകുട്ടിയല്ലേ നീ എന്ന് അമ്മ ചോദിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് അങ്ങനെ പ്രത്യേകം ഒരു നിയമമൊന്നും എഴുതി വച്ചിട്ടില്ല എന്ന് നീതവും ദേഷ്യത്തോടെ അമ്മയോടായി പറയുന്നുണ്ട്. അത് കേട്ട് അഖിലും ദേഷ്യത്തോടെ അവളെ പോയി തല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും അവളും അവനെ തിരിച്ചു തല്ലാണ്. അച്ഛനും അമ്മയും അവരെ പിടിച്ചു മാറ്റിക്കൊണ്ട് അമ്മ അവളെ പൊതുവെ തല്ലുന്നുണ്ട്. ഇപ്പൊ എന്തിനാ എല്ലാരും കൂടി എന്നെ തല്ലുന്നേ എന്ന് നീതു സങ്കടത്തോടെ ചോദിക്കുമ്പോഴേക്കും അതിന്റെ കാരണം അവൻ നേരത്തെ പറഞ്ഞതല്ലേ നിന്നോട് എന്ന് അച്ഛനും പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ എന്തായാലും ചെയ്തിരിക്കും എന്ന് നീതു പറയുമ്പോഴേക്കും അച്ഛനും അമ്മയും പറയിപ്പിക്കാനുണ്ടായ അസത്ത് തല്ലിക്കൊല്ലാ വേണ്ട ഇവളെ എന്ന് പറയുന്നുണ്ട്. എന്നെ കൊന്നാലും ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പോകുന്നില്ല എന്ന് നീതു വീണ്ടും ഉറപ്പിച്ചു പറയാണ്. ഇവൾക്ക് ഭ്രാന്താവമ്മേ, കൊണ്ടുപോയി വല്ല മുറിയിലും പൂട്ടിയിട് എന്ന് അഖിൽ പറയുന്നത് കേട്ട് നിനക്കാ ഭ്രാന്ത്, നിന്നെയാ മുറിയെ പൂട്ടിയിടേണ്ടത് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് നീതു. അവിടെ വീട്ടിൽ ഹാളിലിരുന്ന് ലൂഡോ കളിക്കാണ് നിധിയും നികേഷും സുധീഷും. അപ്പോഴേക്കും ഹരീഷ് അങ്ങോട്ട് വരുന്നുണ്ട്. എടമോനെ വാ, വന്നിരുന്ന് കളിക്ക് എന്ന് സുധീഷ് പറയുമ്പോൾ കളിക്കേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് സുധീഷ് ഒരു ചമ്മലോടെ ഇരിക്കുന്നത് കണ്ട് ഓ അക്കാര്യം ഞാൻ മറന്നുപോയി, നിങ്ങൾക്ക് പിന്നെ പണിയും തൊഴിലൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ഹരീഷ് പറയുമ്പോൾ നിധിയും നികേഷും സുധീഷിനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. സുധീഷും ഒരു ചമ്മലോടെ ഓ മോനെ പരിഹസിച്ചതാണല്ലേ, ശരി ശരി ബൈക്ക് എടുത്ത് വിട്ടോ എന്ന് പറയുമ്പോഴേക്കും 4 പേരുണ്ടെങ്കിൽ കളിക്കാൻ രസമുണ്ടാവും, വാ എന്ന് നിധിയും ഹരീഷിനെ വിളിക്കുന്നുണ്ട്. അല്ല ഏട്ടത്തി, പോയിട്ട് കുറച്ച് ജോലിയുണ്ട് എന്ന് ഹരീഷും പറയുന്നുണ്ട്. അല്ല ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് എന്ത് ജോലി എന്ന് നികേഷ് ചോദിക്കുമ്പോൾ എടാ രാവിലത്തെ വഴക്കിൽ സാറിന്റെ കണക്ഷൻ കട്ടായിട്ടുണ്ടാവും, അതൊന്നും നേരെയാവോന്ന് നോക്കാൻ പോകുന്നതായിരിക്കും എന്ന് സുധീഷും അവനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. എടാ ഹരീഷേ, നീ പേടിക്കണ്ട, അവള് തനി അട്ടയെ പോലെയാ, എന്തായാലും നിന്നെ വിട്ടു പോകാൻ പോകുന്നില്ല, നിന്റെ തലയിൽ തന്നെ വന്ന് വീഴും എന്ന് സുധീഷ് പറയുമ്പോഴേക്കും എന്താ സുധീഷേ പറയുന്നേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തു പറഞ്ഞു എന്നാ എന്ന് സുധീഷ് പറയുമ്പോൾ രാവിലെ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട എന്ന് സുധീഷിനോടായി പറഞ്ഞുകൊണ്ട് ഹരീഷ് വായിരിക്കെ എന്ന് നിധി പറയുമ്പോഴേക്കും ഹരീഷ് വന്ന് അവരുടെ അടുത്തിരുന്ന് ലുഡോ കളിക്കാൻ തുടങ്ങുന്നുണ്ട്. സന്തോഷത്തോടെ കളിക്കുന്ന നിധിയെ നോക്കിക്കൊണ്ട് സുധീഷ് രാവിലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ അന്തം വിട്ടിരിക്കാതെ കളിക്ക് ചേട്ടാ എന്നും പറഞ്ഞ് നികേഷ് അവനെ വിളിക്കുമ്പോഴേക്കും സുധീഷും തന്റെ കളി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിധിയെ തന്നെ നോക്കിയിരിക്കാണ്. അതെ, ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരുന്നാലേ ഏട്ടത്തി എഴുന്നേറ്റ് പോവട്ടോ എന്ന് നികേഷ് പറയുമ്പോഴേക്കും നിധിയും അവർ സംസാരിക്കുന്നത് കേട്ട് എന്താ ഒരു സ്വകാര്യം പറച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല ഏട്ടത്തി എന്ന് പറഞ്ഞ് നികേഷ് ഹരീഷിനോടായി കളിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് നികേഷിനെ വിളിച്ചുകൊണ്ട് എടാ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കോ എന്നവൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ അല്ല നമുക്കെല്ലാവർക്കും എന്ന് സുധീഷ് പറയാണ്. സംഭവം അടിപൊളി, പക്ഷെ എങ്ങോട്ട് പോവും എന്ന് നികേഷ് ചോദിക്കുമ്പോൾ വല്ല ബീച്ചിലോ പാർക്കിലോ എങ്ങോട്ടെങ്കിലും എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ശരി പോയേക്കാം എന്ന് നികേഷ് പറയുമ്പോൾ എങ്കിലേ നീ ഏട്ടത്തി ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കേ എന്ന് സുധീഷ് പറയാണ്. ഞാൻ വിളിച്ചാൽ വരൂല, പ്ലീസ് ഡാ ഒന്ന് സംസാരിക്കേ
എന്ന് സുധീഷ് പറയുമ്പോൾ ഞാനോ എന്ന് നികേഷും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അതെ, നീ വിളിച്ചാൽ വരും, അതുകൊണ്ടല്ലേ. എൻ്റെ പൊന്നുമോനല്ലേ, ഒന്ന് ചോദിക്കടാ എന്നൊക്കെ സുധീഷ് പറയുമ്പോഴേക്കും എന്താ രണ്ടുപേരും കൂടി ഒരു സംസാരം എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അല്ല ഏട്ടത്തി, ഏട്ടൻ ചോദിക്കായിരുന്നു ഏട്ടത്തിയെ ബീച്ചിൽ കൊണ്ടുവന്ന കാര്യം എന്ന് നികേഷ് പറയുമ്പോൾ ഏയ് ഞാനങ്ങനൊന്നും പറഞ്ഞില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. അല്ല ഏട്ടത്തി, അതല്ല എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്ന കാര്യ എന്ന് നികേഷ് പറയുമ്പോൾ അതിനെന്താ, പോവാലോ എന്ന് നിധിയും പറയുന്നുണ്ട്. പോവാന്നോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതെ പോവാം, എല്ലാവരും ഉണ്ടെങ്കിൽ പോയേക്കാം എന്ന് നിധിയും പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് വന്ന സുഭാഷും എന്താ കാര്യം എന്ന് അവരോടായി ചോദിക്കുന്നുണ്ട്. അല്ല സുഭാഷ് ഏട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ബീച്ചിൽ പോയാലോ എന്ന് നിധി പറയുമ്പോൾ അത് അത് കൊള്ളാലോ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഞാനില്ല, എനിക്കൊരു വണ്ടി അത്യാവശ്യമായി കൊടുക്കാനുണ്ട് എന്ന് ഹരീഷ് പറയുമ്പോൾ ശരി എങ്കിൽ നിങ്ങൾ എല്ലാവരും പോകാൻ റെഡിയാവ് എന്ന് സുഭാഷും പറയാണ്. അത് കേട്ട് സുധീഷും സന്തോഷത്തോടെ അപ്പോൾ കളി കഴിഞ്ഞിരിക്കുന്നു, എല്ലാവരും പെട്ടെന്ന് റെഡിയായേ എന്ന് പറഞ്ഞ് ലുഡോയുടെ കരുക്കളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും കണ്ടോ അപ്പോഴത്തെ കാര്യമുള്ളൂ, ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോയാൽ ഇനി കളിക്കാനിരിക്കുമ്പോൾ കാര്യമൊന്നും കാണില്ല എന്ന് നികേഷ് പറയുന്നത് കേട്ട് അത് ശരിയാ സുധീഷേ, ഈ വലിച്ചെറിഞ്ഞ കരുക്കളൊക്കെ എടുത്തു വച്ചിട്ട് വന്നാൽ മതി എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പം ശരി ഞാൻ പോവാ എന്ന് പറഞ്ഞ് ഹരീഷ് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും നിധിയും നികേഷും സുഭാഷും ഒക്കെ റെഡിയാവാനായി റൂമിലേക്ക് പോകുന്നുണ്ട്. സുധീഷും തട്ടിയെറിഞ്ഞ കരുക്കളൊക്കെ മെല്ലെ ഓരോന്നായി പെറുക്കി എടുത്തു വയ്ക്കാണ്. അപ്പോഴേക്കും ഉമ്മറത്ത് പാട്ടും പാടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ. അച്ഛനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും